Hi dear students, I am Neha, Assistant Professor, BCA Cloud Technology and Information Security Management. So we are going to start with our next topic in Module 1, Evolution of Information Security. In this slide, we mainly deals with security layers and evolution of information security. അപ്പോൾ നമുക്ക് start ചെയ്യാം. Let's begin with our first topic, security layers. A successful organization should have the following security layers. First one is physical security. Physical security is very important, and the main objective of physical security is to protect the assets and the facilities of an organization. Suppose all the firewalls, intrusion systems, or any internal security measures. ഇപ്പോൾ നമ്മൾ internally കുറേ security measures എടുത്തു ഒരു ഓർഗനൈസേഷനകത്ത് would be useless if someone were able to break in and steal the assets or important data of that organization. ഇപ്പം അയാൾക്ക് അങ്ങനെ ഓർഗനൈസേഷനിൽ പുറത്തുനിന്ന് ഒരു ട്രസ്പാസ് ചെയ്ത് കയറാൻ പറ്റി സ്റ്റീൽ ചെയ്യാൻ ഡേറ്റ ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ എടുക്കാൻ അവർക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ നമ്മൾ ഫിസിക്കൽ സെക്യൂരിറ്റി ഉണ്ടെന്ന് മീൻസ് ഫിസിക്കൽ സെക്യൂരിറ്റി അവിടെ ഇല്ല. നമ്മൾ അകത്ത് കുറേ എത്ര സെക്യൂർ ആക്കിയിട്ടും ഒരു കാര്യമില്ല. ഫിസിക്കലി നമ്മൾ സെക്യൂർ ആക്കി വെക്കണം. അത് ഫസ്റ്റ് ലെയർ ആണ് നമ്മുടെ സെക്യൂരിറ്റിയുടെ. Then second one is operational security. Suppose we have കുറേ ക്രിട്ടിക്കൽ ഡേറ്റ ഉണ്ട്, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഓപ്പറേഷന് വേണ്ടി നമ്മൾ ക്രിട്ടിക്കൽ ആയിട്ടുള്ള എലമെൻറ്റ്സ് കുറേ യൂസ് ചെയ്യുന്നുണ്ട്. സോ അതിന് നമ്മൾ റിസ്ക് അസസ്മെൻ്റ് ഒക്കെ യൂസ് ചെയ്ത് നമ്മൾ അസസ് ചെയ്യും ഓപ്പറേഷണൽ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരിക്കലും ഒരു റോങ് ആയിട്ടുള്ള ഒരാളുടെ കയ്യിൽ നമ്മുടെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഡേറ്റ ലൈക്ക് സെൻസിറ്റീവ് ഇൻഫർമേഷൻസ് ഒന്നും പോവരുത്. അതിനാണ് നമ്മൾ ഓപ്പറേഷണൽ സെക്യൂരിറ്റി. നെക്സ്റ്റ് വൺ ഈസ് നെറ്റ്വർക്ക് സെക്യൂരിറ്റി. നെറ്റ്വർക്ക് സെക്യൂരിറ്റി നിങ്ങൾക്കറിയാം, നമ്മുടെ നെറ്റ്വർക്കിംഗ് കോമ്പോണൻസ് ആൻഡ് കണക്ഷൻസിനെയൊക്കെ പ്രൊട്ടക്റ്റ് ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആൻറ്റിവൈറസ് ഒക്കെ യൂസ് ചെയ്യുന്ന അതൊക്കെ നെറ്റ്വർക്ക് സെക്യൂരിറ്റിക്ക് എക്സാമ്പിളാണ്. നെക്സ്റ്റ് വൺ ഈസ് കമ്മ്യൂണിക്കേഷൻ സെക്യൂരിറ്റി. കമ്മ്യൂണിക്കേഷൻ സെക്യൂരിറ്റി ഈസ് മെയിൻലി യൂസ്ഡ് ടു പ്രൊട്ടക്ട് കമ്മ്യൂണിക്കേഷൻ മീഡിയ. നമ്മൾ എന്ത് മീഡിയ യൂസ് ചെയ്യുകയാണെങ്കിലും അവിടെ ഒരു തേർഡ് പാർട്ടി വന്ന് അത് നമ്മുടെ ക്രിട്ടിക്കൽ ഡേറ്റ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈവൻ ട്രാൻസ്ഫർ ചെയ്യുന്നതോ അല്ലെങ്കിൽ ടോക്കിംഗ് ആണ് എന്താണെങ്കിലും ടെലികമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും അത് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു തേർഡ് പാർട്ടി അവിടെ ലിസൺ ചെയ്യുന്നുണ്ടെങ്കിൽ അത് പ്രൊട്ടക്റ്റഡ് അല്ല. സോ കമ്മ്യൂണിക്കേഷൻ സെക്യൂരിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മളതിന് വേണ്ടിയിട്ട് എൻക്രിപ്ഷൻ ഡിക്രിപ്ഷൻ ഒക്കെ യൂസ് ചെയ്യും. അതേപോലെ തന്നെ VPN ഒക്കെ യൂസ് ചെയ്യും. വെബ്സൈറ്റ് നമ്മൾ ബ്രൗസിങ്ങിനൊക്കെ വേണ്ടി നമ്മൾ VPN യൂസ് ചെയ്യും. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി. ഇൻഫർമേഷൻ സെക്യൂരിറ്റി നിങ്ങൾക്കറിയാം, നമ്മുടെ ക്രിട്ടിക്കൽ ഡേറ്റ ലൈക്ക് സെൻസിറ്റീവ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ എല്ലാം ഒരു അൺഓതറൈസ്ഡ് ആളുടെ കയ്യിൽ പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം പ്രൊട്ടക്ട് ചെയ്യുന്നതിനെയാണ് കോൺഫിഡൻഷ്യാലിറ്റി, ഇൻറ്റഗ്രിറ്റി, അവൈലബിലിറ്റി ഒക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നതിനെയാണ് ആ ഒരു ഇൻഫർമേഷൻ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് പോവാം. സോ ലെറ്റ്സ് ബിഗിൻ വിത്ത് our next topic, evolution of information security. So during the early years, that is before 1960s, information security was a simple process composed of physical security and simple documentation scheme. So the number of attempts to breach computer security was low due to the several reasons. The first reason is computers were expensive, rare and closely safeguarded, and high priced machines ആയിരുന്നു അവിടെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. And there were very few programming experts. സോ അതുകൊണ്ടൊക്കെ അവിടെ ക്രൈംസ് ഓൾസോ വളരെ കുറവായിരുന്നു. ബട്ട് അവിടെ ഒരു പ്രോബ്ലം ഉണ്ടായി. എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൻ്റെ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ വാസ് വർക്കിംഗ് ഓൺ എ മെസ്സേജ് ഫയൽ ആൻഡ് അനദർ വൺ വാസ് എഡിറ്റിംഗ് എ പാസ്വേഡ് ഫയൽ. A software glitch mixed two files and the entire password file was printed on every output file. So output file എല്ലാ പാസ്വേഡും പ്രിൻ്റായി വരിക എന്ന് പറഞ്ഞാൽ അതിൽ കൂടുതൽ വേറെ ഒന്നും പ്രോബ്ലം വരാനില്ല. സോ അങ്ങനെ ആ 1960s ആദ്യം ഉണ്ടായ പ്രോബ്ലം ഇതാണ്. ദെൻ ദാറ്റ് സെയിം ഇയർ ARPANET വന്നു. ARPANET എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം, അഡ്വാൻസ്ഡ് റിസർച്ച് പ്രൊജക്ട് ഏജൻസി നെറ്റ്വർക്കാണ് ARPANET. ദാറ്റ് വാസ് ദ ഫസ്റ്റ് വൈഡ് ഏരിയ പാക്കറ്റ് സ്വിച്ചിങ് നെറ്റ്വർക്ക്. ഇത് നമുക്ക് അറിയാവുന്നതാണ് ARPANET-നെ പറ്റിയിട്ട്. സോ ഇത്രയാണ് 1960s ഉണ്ടായത്. സോ നെക്സ്റ്റ് ഈസ് 1970s to 1980s. So by the next decade, ARPANET became famous and widely used. So the misuse of this ARPANET also increased. In December of 1973, they identified the primary problems with ARPANET security. Then Advanced Research Project Agency ഒരു ടാസ്ക് ഫോഴ്സിനെ 1967 ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലെ ഇൻഫർമേഷൻ എങ്ങനെ സെക്യൂർ ആക്കാം അതിനെപ്പറ്റി പഠിക്കുന്നതിന്, സ്റ്റഡി ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. സോ അതിൻ്റെ ബേസിലാണ് നമ്മുടെ റാൻഡ് റിപ്പോർട്ട് എന്ന് പറയുന്നത് ആ വർഷം ഇറങ്ങിയത്.
That was the first recognized and published document to classify the role of management and policy issues in computer security. So RAND report attempt to define a multiple controls and mechanism necessary for the protection of a multi-level computer system. അതിനകത്ത് സെക്യൂരിറ്റി കൺട്രോൾസ് ഫോർ മെയിനായിട്ട് സെക്യൂരിറ്റി കൺട്രോൾസ് ആണ് അതിനകത്ത് പറയുന്നത്. ഫിസിക്കൽ സെക്യൂരിറ്റി, അതേപോലെ ത്രെഡ്സ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് ആ റിപ്പോർട്ടിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ ദിസ് സെയിം മീൻസ് ഇൻ 1970s to 80s മിഡിലാണ് നമ്മുടെ മൾട്ടിക്സ് എന്ന് പറയുന്ന 1960s ബെൽ ലാബ്സ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. സോ അതിനകത്ത് കൂടുതൽ സെക്യൂരിറ്റി, അതായത് അതിൻ്റെ കോർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് തന്നെ സെക്യൂരിറ്റി ആക്കിയിട്ട് അവർ ഈ സമയത്ത് റിലീസ് ചെയ്തു ബെൽ ലാബ്സ്. സോ ഇത്രയാണ് 1970s to 80s നടന്നത്. So in 1990s, networking of computers became more popular. That same year, internet, the first global network of network വന്നു. ദെൻ നമുക്ക് ബിഗിനിങ്ങിൽ നമ്മൾ ഈ കണക്ഷൻസ് എല്ലാം ബേസ് ചെയ്തിരുന്നത് ഡിഫാക്ടോ സ്റ്റാൻഡേർഡ്സ് ആയിരുന്നു. ഡിഫാക്ടോ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ് ഇസ് എ ഫോർമാറ്റ്, ലാംഗ്വേജ് ഓർ പ്രോട്ടോകോൾ that has become a standard not because it has been approved by a standards organizations, but because it is widely used and recognized by the industry as being standard. For example, നമ്മൾ QWERTY കീബോർഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കറൻ്റ് ഒക്കെ യൂസ് ചെയ്യുന്ന അതാണ്. അത് ആക്ച്വലി ഒരാളും എഴുതി വെച്ച് അല്ലെങ്കിൽ ഇന്ന സ്റ്റാൻഡേർഡിലുള്ളത് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞ് വെച്ചതല്ല. സോ കുറേ പേര് അങ്ങനെ യൂസ് ചെയ്ത് തുടങ്ങി, അതങ്ങനെ നമ്മളെല്ലാവരും യൂസ് ചെയ്യാൻ തുടങ്ങി. സോ അത്രയേ ഉള്ളൂ. അതിനെയാണ് നമ്മൾ ഡിഫാക്ടോ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. ദെൻ ദാറ്റ് സെയിം ഇയറിൽ കമ്പ്യൂട്ടർ നമുക്ക് ഭയങ്കര എല്ലാവർക്കും അവൈലബിൾ ആയി തുടങ്ങി. എക്സ്പെൻസ് വളരെ കുറവായിരുന്നു. അപ്പം എല്ലാവരും വാങ്ങാൻ തുടങ്ങി. നമ്മുടെ ഇൻഫർമേഷൻസ് എല്ലാം നമ്മൾ കമ്പ്യൂട്ടറിനകത്ത് സ്റ്റോർ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ സെക്യൂരിറ്റി ത്രെഡ്സും കൂടി വരാൻ തുടങ്ങി. സോ സെക്യൂരിറ്റി ക്രൈം, സൈബർ ക്രൈം ഓൾസോ ആ സമയത്ത് 1990s തൊട്ടാണ് ഭയങ്കരമായിട്ട് ഇൻക്രീസ് ആവാൻ തുടങ്ങിയത്. സോ ഇത്രയാണ് 1990s നടന്നത്. So next is 2000 to present. So currently we all are aware that information security is very important to national security. അതേപോലെ നമ്മുടെ ത്രെഡ്, സൈബർ ക്രൈംസ് എല്ലാം ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് നമുക്കിപ്പം എല്ലാം അവൈലബിൾ ആണ്. ഈവൻ ലാപ്ടോപ്സ്, മൊബൈൽ ഫോൺസ് ഒക്കെ എത്ര വേണമെങ്കിലും വാങ്ങാം. ക്യാഷ് ഉണ്ടെങ്കിൽ എത്ര വേണമെങ്കിലും നമുക്ക് വാങ്ങാം. സോ അതേപോലെ ക്രൈം ഓൾസോ ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ നമ്മുടെ ഗവൺമെൻറ്റ്സിനും അല്ലെങ്കിൽ ഓരോ ഓർഗനൈസേഷനും എല്ലാം എന്താണ്, ഇൻഫർമേഷൻ സെക്യൂരിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻ്റ് എന്ന് അവർക്ക് മനസ്സിലായി തുടങ്ങി. ഈ ഇൻഫർമേഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് കുറേ അറ്റാക്സ് ആൾക്കാർ ചെയ്യുന്നത്. നമ്മുടെ പിൻ നമ്പർ, ATM പിൻ നമ്പർ ആൻഡ് സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ്, ഡേറ്റാസ് എല്ലാം കളക്ട് ചെയ്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ആണ് ഇത്രയും അറ്റാക്സ് അവിടെ നടക്കുന്നത്. സോ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. സോ ആർ സൈബർ സ്പേസ് ഇസ് വെരി വൾണറബിൾ. ഹാക്കേഴ്സ്, ക്രിമിനൽസ്, ടെററിസ്റ്റ് അങ്ങനെ ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ് വൾണറബിലിറ്റി. അതേപോലെ തന്നെ ദ സൈബർ സെക്യൂരിറ്റി പ്രോബ്ലം വിൽ നെവർ ബി സോൾവ് വൺസ് ആൻഡ് ഫോർ ഓൾ. ഒരിക്കലും നമ്മുടെ പ്രോബ്ലം വന്നിട്ട് സൈബർ സെക്യൂരിറ്റി എന്ന് പറഞ്ഞിട്ട് ഇന്നൊരു ദിവസം ഒരു അറ്റാക്ക് ഉണ്ടാകാതിരിക്കുമോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. സോ ബട്ട് വി ഹാവ് ടു പ്രിവെൻറ്റ് അറ്റാക്സ് ബൈ ടേക്കിംഗ് പ്രോപ്പർ സെക്യൂരിറ്റി മെഷേഴ്സ്. പക്ഷേ ഇതൊക്കെ ഉണ്ടായാലും നമ്മൾ ഈ അറ്റാക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പ്രോപ്പർ ആയിട്ടുള്ള സെക്യൂരിറ്റി മെഷേഴ്സ് അവിടെ യൂസ് ചെയ്യണം. അതേപോലെ തന്നെ നമ്മുടെ ഇൻഫർമേഷൻസിനെ അത്രയും സെക്യൂർ ആക്കി, മാക്സിമം എന്തൊക്കെ പ്രൊട്ടക്ഷൻ കൊടുക്കാമോ അത്രയും പ്രൊട്ടക്ഷൻ കൊടുത്ത് സെക്യൂർ ആക്കി വെക്കണം. സോ ഇതാണ് കൺക്ലൂഷൻ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ ബോർഡിനകത്ത് കമൻറ്റ് ചെയ്യാൻ ഞാൻ അവിടെ ഫോറം വന്നിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, ഡിസ്കഷൻ ഫോറം. ആൻഡ് ദെൻ അപ്പം ഓക്കെ. Hope you all understood the topic. Thank you.